കാണാൻ പാടില്ലേ? നോക്കിട്ടെ പിടിച്ചാ ജോസഫ്, വാട്ട് ഡു യു തിങ്ക്? സർ, ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് കില്ലർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഡീറ്റെയിലിംഗ് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് സർ. എന്താ സർ, ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു ഫുട് പ്രിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു 10-25 ഫുട് പ്രിൻറ്റ്സോളം ഉണ്ട്. ബട്ട് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പതിഞ്ഞതും ആ ഷൂ പ്രിൻ്റാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. അതൊരു റണ്ണിങ് ഷൂസ് ടൈപ്പ് പാറ്റേൺ ആണ്. ആൻഡ് അതേ പാറ്റേണിൽ നമുക്ക് മഡ് സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. അത് ഓൾസോ വെരി ഡിഫറെൻറ്റ്. കാരണം ഇവിടുത്തെ ടൈപ്പ് ഓഫ് സോയിൽ അല്ല ഈ കാട്ടിലൊക്കെ കാണുന്ന ഒരു തരം ഡാർക്ക് കളർ മഡ്. ആൻഡ് ദ സെയിം മഡ് സാമ്പിൾസ് നമുക്ക് ബോഡിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഈ ക്രൈം നടന്നത് വേറെ സ്ഥലത്ത് വെച്ചാവാം. ആൻഡ് ദെൻ ഹി മസ്റ്റ് ഹാവ് പ്ലേസ്ഡ് ഇറ്റ് ഹിയർ. ബോഡിയിൽ സ്ട്രഗിൾ നടന്ന ലക്ഷണങ്ങളുണ്ട്. പിന്നെ ഇത്ര ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് ബോഡി പ്ലേസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് സാറ് കൊടുത്ത ഈ ബോഗിമാൻ എന്നുള്ള പേരും അതിൻ്റെ ഫെയിമൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കില്ലറായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത്ര ഹൈറ്റിലൊക്കെ ഈ ഡെഡ് ബോഡി തൂക്കിയിടണമെങ്കിൽ ദ കില്ലർ ഇസ് ഫിറ്റ്. ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് സാറ് കൊടുത്ത ഈ ബോഗിമാൻ എന്നുള്ള പേരും അതിൻ്റെ ഫെയിമൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കില്ലറായിട്ടാണ് തോന്നുന്നത്. ഇത്ര ഹൈറ്റിലൊക്കെ ഈ ഡെഡ് ബോഡി തൂക്കിയിടണമെങ്കിൽ അതൊരു റണ്ണിങ് ഷൂസ് ടൈപ്പ് പാറ്റേൺ. കില്ലർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. മുൻപ് ഒരുപാട് തവണ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നു. ആൻഡ് ദെൻ ഹി മസ്റ്റ് ഹാവ് പ്ലേസ്ഡ് ഇറ്റ് ഹിയർ. ഇത്രയും പോരാ, ഇതെല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ്. അയാളിലേക്ക് മാത്രം വിരൽ ചൂണ്ടി നിന്നെങ്കിലും വേണം. ശംഭു സാറാണ് ഈ നാട്ടിലെ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. ഇവന്റെ തലയ്ക്ക് എന്താ വലിയ ഓളമുണ്ടോ? ഇവിടെ റണ്ണിങ് ഷൂസും ഗ്ലൗസും ഉപയോഗിക്കുന്ന ഒരാളേ ഉള്ളൂ. കൂടാതെ അരവിന്ദേട്ടന്റെ ബോഡി കെട്ടിത്തൂക്കാൻ ആരോഗ്യമുള്ള ഒരാള്, അത് ശംഭു സാറാ. ഇനി ഇതെന്തിനാ ചെയ്തെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്ന 4-5 പേരെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, തുണി കൊണ്ട് മറച്ചാലും മതി. അതാരെ കൊണ്ടും പറ്റും. പിന്നെ റണ്ണിങ് ഷൂസ്, അതിപ്പോൾ ടൗണിൽ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നിസാര കാശിന് മേടിക്കാവുന്നേ ഉള്ളൂ. വേറെ എന്തായിരുന്നു? ഫിറ്റായ ശരീരം. അതിപ്പോൾ നാരായണേട്ടനുണ്ടല്ലോ. എന്തൊക്കെ ഈ കൊച്ചു നാട്ടിൽ നടക്കുന്നേ? കഴിഞ്ഞിട്ടില്ല. സാർ ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ ഈ നാട്ടുകാരെ കയ്യിലെടുക്കാൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ സാർ അറിയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ മുമ്പ് പലതവണ വന്നിട്ടുണ്ടെന്ന്. അത് മുമ്പ് പലതവണ വന്നിട്ടുണ്ടെന്നാണോ? കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ മാസം 2 തവണ വന്നിട്ടുണ്ടെന്നാണോ? അതുകൂടാതെ അരവിന്ദേട്ടന്റെ ബോഡി കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച ഷീറ്റില്ലേ, അത് ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ സാർ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ കിടന്നിരുന്നതാണ്. ഈ നാട്ടിൽ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്.
മിസ്റ്റർ ലീലാവിലാസം പറഞ്ഞ ലോജിക്ക് വെച്ച് ആ വന്നുപോയതിൽ ആരെങ്കിലും ആവാം കില്ലർ. പിന്നെ ഞാനാണ് കില്ലറെങ്കിൽ വന്ന ദിവസം തന്നെ നാട്ടുകാരോട് അങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ ഉജ്ജ്വലിനെ പോലെ ഒരു വിവരദോഷിയല്ല ഞാൻ. പിന്നെ ഈ പറഞ്ഞ ബെഡ്ഷീറ്റ്, അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഔട്ട് ഹൗസിൽ കണ്ടിട്ടില്ലല്ലോ. നാരായണേട്ടൻ കണ്ടിട്ടുണ്ടോ? നാരായണേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. താനിപ്പോ പറഞ്ഞ എവിഡൻസ് വെച്ച് ഞാനൊരു പോസിബിലിറ്റി പറയട്ടെ. ഗ്ലൗസും ഷൂസും ആരുടെ കയ്യിലുണ്ടാവും. പക്ഷെ അരവിന്ദന്റെ ബോഡി കെട്ടിത്തൂക്കാൻ പാകത്തിനുള്ള ശരീരം അത് നാരായണേട്ടനെ പോലെ ഒരാൾക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ താനായിട്ട് ഇങ്ങോട്ട് തന്ന എവിഡൻസ്, കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച തുണി, അതും തൻ്റെ ഔട്ട് ഹൗസിലെ. അച്ഛൻ കൊല്ലുന്നു, മകൻ തെളിയിക്കുന്നു, അങ്ങനെയോ ആവാലോ. അതുകൊണ്ട് ഇത്തരം ബേസ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്കലി വിളിച്ചു പറഞ്ഞ് സ്വയം നാറരുത്. പേടിച്ചുണ്ടാവും, വീട്ടിൽ പോകാൻ നോക്ക്. അല്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേ. ഈ കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലതാ, പക്ഷെ അത് ഞാനിവിടെ ഉള്ളപ്പോ വേണ്ട. താനാള് കൊള്ളാലോ. 5 മിനിറ്റ് കൊണ്ടൊക്കെ പ്രതി പിടിക്കുമല്ലേ? സാറും കൊള്ളാം. 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയല്ലേ. പ്ലാച്ചിക്കാവ് പോലൊരു സ്ഥലത്ത് കേസ് ചോദിച്ച് മേടിച്ചു തരിക, നാട്ടുകാരെ കയ്യിലെടുക്കുക, ബൂഗി മാൻ എന്ന് പറഞ്ഞ പേരിടുക. ശരിയാ, കില്ലർ ഈ ഫെയിം ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തന്നിപ്പോണെങ്കിൽ എനിക്ക് പിടിച്ച് അകത്തിടാം. പക്ഷെ അതല്ലല്ലോ എൻ്റെ ഒരു സ്പിരിറ്റ്. താനൊരു കാര്യം ചെയ്, തന്നെ കൊണ്ട് തെളിയിക്കാൻ പറ്റുമെങ്കിൽ താൻ തെളിയിക്ക്. ഞാനവിടെ തന്നെ ഉണ്ടല്ലോ. ഇതെന്റെ നാടാ, എൻ്റെ നാട്ടുകാർ. ഈ കേസ് ഞാൻ തെളിയിച്ചിരിക്കും.